السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وقال حريث بن جابر. ഹുറൈത്ത് ഇബ്നു ജാബിർ എന്ന ഷായർ പറയുന്നു, അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അഥവാ അദ്ദേഹത്തിന്റെ മുഴുവൻ പിതാക്കളെ പരമ്പര തിബിരീജ് തങ്ങൾ അവിടുത്തെ ഷർഹിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ നമുക്ക് പറയാം, ഹുറൈത്ത് ഇബ്നു ജാബിർ അദ്ദേഹം പറഞ്ഞ രണ്ട് വരികളാണ്. ലഅംറുക മാ അൻസഫ്തനി ഹീന സുംതനി ഹവാക മഅൽ മൗല വഅൻ ലാ ഹവാലിയ إذا ظلم المولى فزعت لظلمه فحرك أحشاهي وهرت كلابيا. ഹുറൈത്ത് ഇബ്നു ജാബിർ തന്നെക്കുറിച്ച് ഇബ്നു അമ്മിനോട് മഹബത്തും അതേപോലെ തന്നെ പരിഗണനയുമൊക്കെ കൊടുക്കാത്ത ആളാണ് ഹുറൈത്ത് ഇബ്നു ജാബിർ എന്ന ഒരു പരാതി, അങ്ങനെ ഒരു കിംവദന്തി പറയുന്നത് കേട്ടപ്പോ അതിനൊരു മറുപടി ചെറിയ നിലയ്ക്ക് അദ്ദേഹം കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, താങ്കൾക്ക് ഇബ്നു അമ്മിനോട് എത്രത്തോളം ഹവ ഉണ്ടോ, സ്നേഹമുണ്ടോ, മഹബത്തുണ്ടോ, അതേപോലെ എനിക്കും മഹബത്തുണ്ട്. താങ്കളില്ല എന്ന് പറയുന്നത് ശരിയല്ല, ഒരു നല്ല കാഴ്ചപ്പാടല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലഅംറുക, നമ്മൾ നേരത്തെ പറഞ്ഞു, ലഅംറുക ഖസമി അലാ ഹയാതിക. അമ്രും അതേപോലെ തന്നെ ഉംറും ഒക്കെ ഹയാത്ത്, വയസ്സ്, ജീവിതം എന്നൊക്കെയാണ്. എങ്കിലും അമ്രും അതേ അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണെങ്കിലും നമുക്ക് ഖസമില് എന്തേ വരുള്ളൂ, അമ്രാണ്. ലഅംറുക പല പ്രാവശ്യം നമ്മളെ ബൈത്തിൽ അത് വന്നതാണ്. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, സൂറത്തുൽ ഹജ്ർ 72-ാമത്തെ ആയത്തിൽ അവിടെയും പറഞ്ഞു. അപ്പൊ ലഅംറുക നിങ്ങളെ ജീവിതം തന്നെ സത്യം. ഖസമി അലാ ഹയാതിക മാ അൻസഫ്തനി, മാ നാഫിയാണ്, നഫീന്റെ മാ ആണ്. അൻസഫ്ത സിയത്തുൽ മുഖാത്തബ് മിനൽ ഇൻസാഫ്, അൻസഫ യുൻസിഫു ഇൻസാഫ്. അൻസഫഹു ഫുലാനുൻ, അൻസഫഹു ഫുലാനുൻ എന്ന് പറഞ്ഞാൽ ഇദാ ഖാല ലഹു ഖൗലൻ അദ്ലൻ സദീദൻ. അൻസഫ എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞു, വളച്ചുകെട്ടാത്ത നേരെ ചൊവ്വ നല്ല പദം പ്രയോഗിച്ചു, നല്ലത് പറഞ്ഞു എന്നാണ് അൻസഫ. അപ്പൊ മാ അൻസഫ്തനി, നീ എന്നോട് നല്ലത് പറഞ്ഞില്ല എന്നായി. അൻസഫ എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ അഅതൈതനി അൻനിസ്ഫ എന്നാണ്. ഇൻതസഫത് മിൻ ഫുലാനിൻ എന്ന് പറഞ്ഞാൽ ഇൻതസഫ്തു മിൻ ഫുലാനിൻ ഇസ്തൗഫൈതു ഹഖീ മിൻഹു കാമിലൻ ഹത്താ സിർതു അന വഹുവ അലൻ നിസ്ഫി സവാഅൻ എന്നാണ്. ഒരാള് ഒരു വിഷയത്തിന്റെ പകുതി എനിക്കും പകുതി അവനും എടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വീട്ടൽ ആവശ്യമായ, അതല്ലെങ്കിൽ ഒരു ഹഖ്, തനിക്ക് നൽകാനുള്ള ഒരു ഹഖ് അത് പൂർണ്ണമായി തന്നു എന്നാണ്. അപ്പൊ അത് വരുന്നത് ഖൗലൻ സദീദ, ഒരു നല്ല വാക്ക്, വളച്ചുകെട്ടില്ലാത്ത വാക്ക് പറഞ്ഞു എന്നാണ് അൻസഫ. അപ്പൊ മാ അൻസഫ്തനി, നീ എന്നോട് അങ്ങനെ ഒരു നല്ല വാക്ക് പറഞ്ഞില്ല. ഹീന സുംതനി, ഹീന ലർഫാണ്, സുംതനി സിയത്തുൽ മുഖാത്തബ് നസറ യൻസുറു ബാബ. യസൂമു
യസൂമൂനക്കും സൂ അൽ അദാബ് എന്നുണ്ടല്ലോ സൂറത്തുൽ ബഖറയിൽ. സാമ എന്ന് പറഞ്ഞാൽ കല്ലഫ, അദാഖ എന്നൊക്കെയാണ് അർത്ഥം. യസൂമൂനക്കും സൂ അൽ അദാബ്, അവിടെ സൂ ഉൽ അദാബ് അനുഭവിക്കുക എന്നാണല്ലോ, രുചി നോക്കുക എന്നൊക്കെയാണ്. അപ്പോ ഹീന സുംതനി ഹവാക്ക, ഇവിടെ അൽ മൗല എന്ന് പറഞ്ഞാൽ മൗല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു അമ്മാണ്. അപ്പോ ഇബ്നു അമ്മ ആവുന്ന ഇബ്നു അമ്മിനോടുള്ള മഹബത്ത് അത് ആസ്വദിക്കുന്ന സമയത്ത്, അഥവാ നിനക്ക് ഇബ്നു അമ്മിനോട് മഹബത്തുണ്ട് എന്ന് നീ വരുത്തുന്ന സമയം നീ എന്നോട് നല്ല വാക്ക് പറഞ്ഞില്ല. അതെന്താ? അല്ലാ ഹവാലിയ, ഹവാക്ക എന്നത് നമുക്ക് അത്ഫാണ്. അല്ലാ ഹവാലിയ, അപ്പൊ നിനക്ക് നിന്റെ മൗല ഇബ്നു അമ്മിനോട് മഹബത്തുണ്ട് എന്നും അല്ലാ ഹവാലിയ, എനിക്ക് എന്റെ ഇബ്നു അമ്മിനോട് മഹബത്തില്ല എന്നും നീ പറഞ്ഞത് ശരിയായില്ല. ഇവിടെ ഹവാലിയ എന്ന് ബൈത്തിന് വേണ്ടി കൊടുത്ത അസ്ല് ഹവാ ലീ എന്നാണ്. ഹവാക്കന്റെ അങ്ങോട്ട് അത്ഫാവുമ്പം അല്ലാ ഹവാലിയ, എനിക്ക് എന്റെ മൗലയോട് ഹവ ഇല്ല എന്നും എന്നായിരിക്കും. അപ്പൊ നിനക്ക് നിന്റെ മൗലയോട് ഇബ്നു അമ്മിനോട് മഹബത്തുണ്ട് എന്നും എനിക്ക് എന്റെ ഇബ്നു അമ്മിനോട് മഹബത്ത് ഇല്ല എന്നും നീ പറഞ്ഞത് അത് ശരിയായില്ല. നേരെ മറിച്ച് നിനക്ക് എത്രത്തോളമാണ് മഹബത്തുള്ളത് അതേ പ്രകാരം എനിക്കും മഹബത്തുണ്ട് എന്നായി. ഇത് ഖിയാസാക്കി പറയാം. നേരത്തെ പറഞ്ഞല്ലോ, ഒരാള് തന്നെ ആക്ഷേപിച്ചതാണ്, നിങ്ങൾക്ക് ഇബ്നു അമ്മിനോട് നിങ്ങളെ കുടുംബക്കാരനായിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾ പരിഗണിക്കുന്നില്ല, മഹബത്ത് വെക്കുന്നില്ല, ഏതുപോലെ ഞാൻ മഹബത്ത് വെക്കുന്നത് പോലെ ഞാൻ പരിഗണിക്കുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹുറൈത്ത് ബിൻ ജാബിർ ഈ രണ്ടുപേരി കൊണ്ടുവരാനുള്ള കാരണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇദാ ളുലിമൽ മൗല ഫസ്യഅ്തു ലിളുൽമിഹി. അപ്പൊ അദ്ദേഹത്തിന്റെ മൗല അഥവാ മൗല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു അമ്മിനോട് സ്നേഹമുണ്ട് എന്നതിന് തെളിവ് പറയാണ്. ഇദാ ളുലിമൽ മൗല, അൽ മൗല എന്ന അലിഫ്ലാമ് അവിടെ മൗലായ എന്ന മുളാഫ് ഇലൈഹിക്ക് ഇവളായിട്ട് കൊടുത്ത അൽ മൗല. അപ്പോ എന്റെ മൗലയാകുന്ന ഇബ്നു അമ്മ് ആക്രമിക്കപ്പെടുമ്പോ ഫസ്യഅ്തു ലിളുൽമിഹി, ഞാന് ആ അക്രമം അദ്ദേഹം സഹിക്കുന്നത് കാരണം എനിക്ക് വലിയ ഫസഅ് ഖൗഫ് വരും. ലിളുൽമിഹി, അദ്ദേഹം അക്രമത്തിലായതുകൊണ്ട്. അങ്ങനെ ഫഹറക അഹ്ശാഇ, ആ ഖൗഫ് ഇളക്കി മറിക്കും. അഹ്ശാഇ, എന്റെ അന്തർഭാഗത്തുള്ള ഹൃദയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചാണ് അഹ്ശാ എന്ന് പ്രയോഗിച്ചത്. ജമീഉ മാ ഫിൽ ജൗഫ്, അതാണ് അഹ്ശാഇന്റെ മാന. അപ്പൊ അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് വരുമ്പോ അതെനിക്ക് വലിയ മനസ്സിൽ വലിയ വിഷമം ഉണ്ടാക്കി തീർക്കും. അത് മുഖേന ഞാൻ ഒരു വലിയ രീതിയിലുള്ള പേടി, ഭയം എനിക്കുണ്ടാവും. അങ്ങനെ എന്റെ അന്തർഭാഗത്തുള്ള ഹൃദയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും അതിന്റെ ഇളക്കം പറ്റും. ആ പേടി കൊണ്ട്, ആ പേടിയും ആ ഖൗഫും ആ ഫസഉമൊക്കെ എന്താക്കും? അന്തർഭാഗത്തുള്ള എല്ലാ കാര്യത്തെയും എല്ലാ വസ്തുവിനെയും ഇളക്കി മറിക്കും ആ പേടി കാരണം. മാത്രല്ല വഹറത്ത് കിലാബിയ, അങ്ങനെ എന്റെ മൗല ആക്രമിക്കപ്പെടുമ്പോ നായകള് കൊരക്കും.
കിലാബി എന്നുള്ളത് ബൈത്തിന് വേണ്ടി കിലാബിയ എന്ന് കൊടുക്കാം. നായകൾ കുരക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ആയുധം, യുദ്ധത്തിനുള്ള മുഴുവൻ സന്നാഹങ്ങളും ഒരുക്കി ആയുധങ്ങളൊക്കെ എടുത്ത് പടയങ്കിയൊക്കെ അണിയും എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ പടയങ്കി അണിയലും ആയുധങ്ങളൊക്കെ ഒരുക്കലും നായ കരയുന്നതിനോട് നായ കരയും എന്ന് പറഞ്ഞു. അഥവാ ഇവരിങ്ങനെ ആയുധങ്ങൾ എടുത്ത് പടയങ്കിയൊക്കെ അണിയുമ്പം സ്വാഭാവികമായിട്ടും അതൊരു മോശമായി കണക്കാക്കിയിട്ട് നായകൾ കുരക്കും എന്നാണ്. നായകൾ ശബ്ദിക്കും. അപ്പോ നമ്മൾ സഫ് ഒപ്പിക്കുന്നിടത്ത് പറഞ്ഞല്ലോ, മടമ്പുകളൊക്കെ ഒപ്പിച്ചിട്ട് സഫ് ശരിപ്പെടുത്തുക, നേരെ തിരിച്ചു പറയുക എന്ന പോലെയാണ് ഇവിടെയും. എന്ത്? ഇവിടെ നായ കുരക്കും, നായ ശബ്ദിക്കും എന്ന് പറയാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ആയുധം അണിയും, പടയങ്കി അണിയും, യുദ്ധത്തിന് വേണ്ടിയുള്ള മുഴുവൻ സന്നാഹങ്ങളും ഒരുങ്ങും എന്നാണ്. അപ്പോ നേരത്തെ ജാഹിലിയ സമ്പ്രദായം അനുസരിച്ച് അന്നത്തെ കാലത്ത് എന്ത് ചെയ്യും? നായകളിങ്ങനെ സ്ഥിരമായിട്ട് കാണുകയാണല്ലോ. ഇന്നത്തെ പോലെയല്ലല്ലോ. ഇവരുടെ ജീവിതം മുഴുവനും ഒരു സംഘട്ടനവും അക്രമവും, ചെറിയ വിഷയത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക, അതേപോലെ തന്നെ നിസാര വിഷയങ്ങൾക്ക് വേണ്ടി പോർക്കളത്തിലേക്ക് ഇറങ്ങി വീറും വാശിയും തമ്മിൽ തീർക്കുക, തറവാടുകൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ എന്ന് മാത്രമല്ല സ്വന്തം സഹോദരങ്ങൾ, ഒരു കുടുംബത്തിലെ പല വ്യക്തികൾ തമ്മിലൊക്കെ ഇങ്ങനെ സംഘടനകൾ ഉണ്ടാക്കുക, ഇതൊക്കെ കണ്ട് ശീലിച്ചവരാണ് നായകൾ. അപ്പൊ ഇവര് ഇങ്ങനെ ഒരുങ്ങുമ്പോ നായകൾ എന്ത് ചെയ്യും? ശബ്ദിക്കാൻ തുടങ്ങും. അപ്പൊ ഈ നായകൾ ശബ്ദിക്കാൻ തുടങ്ങും എന്ന് ഉള്ളത് ആയുധം അണിയും എന്ന് പറയാതെ അതുകൊണ്ട് ലാസിമായ വസ്തുവിനെ പറഞ്ഞു. അപ്പം വിഷയം എന്താണ്? തന്റെ ഇബ്നു അമ്മിന് ഇങ്ങനെ ഒരു മുസീബത്ത് പറ്റുമ്പോ പേടിയും അതേപോലെ തന്നെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടാവുന്നതോടൊപ്പം നോക്കി നിൽക്കൂല. ആരാണോ ആക്രമിക്കുന്നത് അവർക്ക് നേരെ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞതുപോലെ അമ്മിനെ പരിഗണിക്കുന്നില്ല, ഇബ്നു അമ്മിനെ പരിഗണിക്കുന്നില്ല, അവരോട് മഹബ്ബത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് അത് ശരിയല്ല. മാ അൻസഫ്തനി എന്നാണ് നമ്മളെ വിഷയത. മാ അൻസഫ്തനി, ഒരു ഖൗലൻ സദീദ് പറഞ്ഞില്ല. അപ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നായി ഉദ്ദേശം, ഇവിടെ അർത്ഥം. അപ്പൊ ഈ ഒരു ചെറിയ അദ്ദേഹത്തെ ആക്ഷേപിച്ചതിനും ഇല്ലാത്ത കാര്യം പറഞ്ഞതിനും ഒരു ചെറിയ മറുപടി വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ 2 വരിയിൽ ഒതുക്കിയിട്ടാണ് നമ്മുടെ ഷായിർ മറുപടി നൽകുന്നത്. അതിൽ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ ശേഷം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശങ്ങളൊന്നും അദ്ദേഹം നൽകുന്നില്ല. ഒറ്റ വാക്കില് ഇങ്ങോട്ട് ആക്ഷേപിച്ചതിനെ തിരിച്ച് അങ്ങോട്ട് ആക്ഷേപിച്ചു എന്ന ഒരു മറുപടി മാത്രം കൊടുത്തിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.